സനിശ്ശേരിക്ക് വരാം. ജോസി ബാബു കോട്ടയത്ത് നിന്ന്. ജോസി, ഈ കോട്ടയത്ത് കാര്യമായ പ്രശ്നങ്ങളുണ്ടോ? നിഷാദ്, കോട്ടയത്ത് ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോഴും പലയിടത്തും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലാകെ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. 317 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളായ തിരുവാർപ്പ്, കുമരകം, മൈമനം കൂടാതെ വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ വിവിധ ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശക്തമായ മഴ മലയോര മേഖലയിൽ ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകാൻ കാരണം. മീനച്ചിൽ, മണിമല, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിന്റെ കൈവഴികളിലൊക്കെയും വെള്ളം കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. കോട്ടയം കുമരകം പാതയിൽ ഇല്ലിക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. പടിഞ്ഞാറൻ ബൈപ്പാസിലും അതോടൊപ്പം തന്നെ കോട്ടയം കോടിമത ബൈപ്പാസിലും അടക്കമുള്ള പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. മഴ ഈ വരുന്ന മണിക്കൂറിലും ശക്തമായി തുടരുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും മഴ കൂടുതൽ ദിവസങ്ങളിൽ മാറി നിൽക്കുകയും ജലനിരപ്പ് പുഴകളിലെ താഴുകയും ചെയ്താൽ മാത്രമായിരിക്കും ജില്ലയിലെ മഴക്കെടുതികൾക്ക് ഒരു പരിഹാരമുണ്ടാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം ഇടങ്ങളിൽ മരങ്ങൾ വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റിയിരുന്നു. കൂടാതെ പലയിടത്തും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. എന്തായാലും വൈദ്യുതിബന്ധവും പലയിടത്തും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇടവിട്ട് പലയിടത്തും മഴ ശക്തമായി അനുഭവപ്പെടുകയാണ് നിഷാദ് ഈ മണിക്കൂറുകളിൽ. ശരി, ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് കൂടി. ഇടുക്കിയിലെ സ്ഥിതി എന്താണ് സിജോ?